Hello guys, welcome back. I am Sip. അപ്പൊ ഗൈസ് ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് പറഞ്ഞാൽ കുറച്ച് ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എത്ര വോയിസ് ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊരു ബേക്കിംഗ് കൂടി നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ ഇല്ല, ജസ്റ്റ് ഇതാ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ മെയിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര വോയിസ് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഗൈസ് നമ്മൾ ഈ പ്രൊജക്റ്റാണ് ഞാൻ ഇപ്പോൾ കണ്ടലിലേക്ക് വരാം. കുറച്ച് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ആ കണ്ടലിലേക്ക് പോകാം. ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിച്ച് പറയുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ പ്രൊജക്റ്റിലേക്ക് പോവാം. അപ്പൊ ഗായ്സ് നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ല സ്മാർട്ട് വാച്ചാണ് കേട്ടോ. സ്മാർട്ട് വാച്ചാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്കന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കണ്ടെങ്കിലും കാണാം. എന്തായാലും ഒന്നുകൂടി ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചതാ. അപ്പൊ ഗായ്സ് ഈ ഒരു സെറ്റപ്പിലാട്ടോ സാധനങ്ങളൊക്കെ വരുന്നു. കാണാൻ പറ്റുന്നുണ്ടാവുന്ന അറിയുന്നില്ല, ഇങ്ങനത്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ബോക്സ് എങ്ങനെയാണ് വരുന്നത് ഞാൻ ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് സ്മാർട്ട് വാച്ച് തന്നെയാണ് കഴിച്ചത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ സ്മാർട്ട് വാച്ച് പറയുന്നത്. ഈ സാധനം ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ചാർജ് ഉണ്ടോന്ന് അറിയില്ല. 2-3 ദിവസമായിട്ട് ചാർജ് ചെയ്തിട്ട്. അപ്പൊ ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെ നല്ല ചാർജ് ചെയ്യണം വാച്ചാണ്. ഞാൻ 2 ദിവസമായിട്ട് ചാർജ് ചെയ്തിട്ട് നല്ല ചാർജ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വാച്ച് തന്നെയാണ് കേട്ടത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്ന സാധനം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ചില ഇതിലൊന്നും പറ്റാൻ ചാൻസ് ഇല്ല, ചിലതിലൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെന്താ പറയുക വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വാൾപേപ്പറൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ബ്ലൂടൂത്ത് സ്മാർട്ട് വാച്ച് അതിന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് വാച്ച്. പിന്നെ ഇതിൻ്റെ ഒപ്പം 2 സ്ലീവ് കിട്ടും. ഇതിൻ്റെ 2 സ്ലീവ് ആണ് നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിടാം. ഇതിൻ്റെ ഒപ്പം 2 സ്ലീവ് കിട്ടും. പിന്നെ ഒരു ചാർജറാണ്. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. നമുക്ക് ഇനി അടുത്ത പ്രൊഡക്ഷനിക്ക് പോകട്ടെ. ഓക്കെ, അടുത്ത പ്രൊഡക്ഷനിക്ക് പോവാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ സ്മാർട്ട് വാച്ച്. ഇപ്പോൾ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എയർപോഡ് ആൻഡ് വിത്ത് ചാർജറാണ്. ചാർജർ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഐഫോണിൻ്റെ ചാർജർ തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഐഫോണിൻ്റെ കേബിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വട്ടം ഉപയോഗിച്ച സാധനം തന്നെയാണ് അത്. അപ്പോൾ ഞാൻ നമ്മളുടെ എന്ന് പറയുന്നത് ഇതാണ് ഉപയോഗിക്കാത്തൊരു വീഡിയോ ഉണ്ട്, അടുത്ത കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക എയർപോഡ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ സെക്കൻഡായിട്ട് ഓർഡർ ചെയ്ത സാധനം പറയുന്നത്. ഓർഡർ ചെയ്തല്ല, ഓഫ്ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എയർപോഡ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. എല്ലാവർക്കും അറിയുന്ന സാധനം എന്തായാലും ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നത് ഏകദേശം ഒരു ചാർജർ മാത്രം, വേറൊന്നുമില്ല. അപ്പോൾ വേറെ ഒരു യൂസർ മാനുവൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പിന്നെ പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ എപ്പം ഉണ്ട്. ഓക്കെ, ഇപ്പം എന്ത് പറയാൻ കാരണം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാണിച്ചറിഞ്ഞു ഒരു സ്പീക്കറാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് തന്നെ. അപ്പം ഗൈസ്
ഞങ്ങൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ളത് ഈ ഒരു ഐറ്റാണ്. ഈ ഒരു ഐറ്റം KPSന്റെ അൾട്രാ പവർ സ്പീക്കർ ഉണ്ടോ, അൾട്രാ പവർ എന്നൊക്കെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പവറുണ്ട്. ചെറിയ പെട്ടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഒരു പവർ ഞാൻ പാട്ടൊന്നും കേട്ടിട്ടില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ശബ്ദം കേട്ടിച്ചാലാ. ഓക്കെ, Welcome to KPS Music Bluetooth Mode. കേട്ടില്ല ഞാൻ. അപ്പോൾ പാട്ടൊക്കെ ആണെങ്കിലും ഇതിനേക്കാളിലും കുറച്ചും കൂടി ശബ്ദം കൂടും നമുക്ക്. പുറത്തൊക്കെ അധികം ഒന്നും കേൾക്കില്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളെ മറ്റേ അൾട്ടാറ് ഇതാണ്, അതാറ് സോങ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടുത്ത് പോയാൽ നല്ല ശബ്ദമാണ് കേട്ടോ, നല്ല ശബ്ദമാണ്, അൾട്രാ പവർ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഗാഡ്ജറ്റാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത്, ഇതിന് ആകെ വരുന്ന വില എന്ന് പറയുന്നത് 500 റുപ്പിയാണ്. പിന്നെ എയർപോഡിന് വെറും വരുന്നത് വില എന്ന് പറയുന്നത് 350 അങ്ങനത്തെ അത്ര റേറ്റാണ് കഴിച്ചത്. ഏറ്റവും വില കൂടിയ സാധനം എന്ന് പറയുന്നത് സ്മാർട്ട് വാച്ചാണ്. പക്ഷേ സ്മാർട്ട് വാച്ചിനെക്കാട്ടും നല്ല ഐറ്റം തോന്നിയ ഈ സാധനമാണ് കേട്ടോ. വില കുറഞ്ഞ ഈ സൗണ്ട് ബോക്സാണ് ഏറ്റവും പവറായുള്ള സാധനം, പവറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. സ്മാർട്ട് വാച്ചിനെക്കാട്ടി കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. കാരണം എനിക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനാണ്, വിലയും കുറവാണ്. ഓക്കെ, അപ്പോൾ അൾട്രാ പവർ സ്പീക്കറാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഔട്ട്ലോക്ക് പോവാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഔട്ട്ലോക്ക് പോവാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് കമൻറ്റ് നമ്മൾ മൈക്കും കൂടി ഉണ്ടെങ്കിൽ നല്ല അഭിപ്രായമായിരുന്നു. അതിൽ ഒരു ബോട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് തക്കിയത് കാണാൻ പറ്റുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോയിസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയുന്നില്ല. എന്തായാലും പതുക്കെ സംസാരിക്കണം കേട്ടോ. അപ്പോൾ മൈക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ നമ്മൾ സംസാരിക്കുന്ന വോയിസ് എത്രത്തോളം അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലുള്ള പുതിയൊരു വീഡിയോ ഇനിയും വരാം. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണിച്ചതിന്. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള സബ് ചാനലിൽ വളരെയധികം കുറവാണ്. മാക്സിമം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നാലേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലത്തെ പ്രോഡക്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേണം എങ്ങനത്തെയും വീഡിയോ അടിപൊളിയായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മെസ്സേജ് എല്ലാവർക്കും. ഇതിലും നല്ല പുതിയൊരു വീഡിയോ ഇനിയും കാണാം. അതായിരിക്കും ഗുഡ് ബൈ.